യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. യാത്ര എന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ഇവിടെ നിറച്ച് വണ്ടി കിടക്കുന്നു. അപ്പൊ നമ്മള് എവിടെ പോവാ? നമ്മള് പെരുമ്പാവൂര് പോവാണ്. പെരുമ്പാവൂര് പോയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ ആയിട്ട് കാണിച്ചു തരാം. അത്യാവശ്യമായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നല്ല ഫുഡും എല്ലാം കഴിക്കണം. ഈ നാട്ടിലെ ഫുഡൊന്നും എനിക്ക് പിടിക്കത്തില്ല. ഈ നാട്ടിലെ ആൾക്കാരെ എനിക്ക് പിടിക്കത്തില്ല. ഈ നാട്ടിലെ ഫുഡും എനിക്ക് പിടിക്കത്തില്ല. എനിക്ക് പെരുമ്പാവൂര് ചെന്നെങ്കിലേ ഫുഡും ആൾക്കാരെ പിടിക്കത്തുള്ളൂ. എന്റെ സ്വന്തം നാട്ടിൽ ചെന്നാൽ പോലെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. എടാ അവിടെ ഇരിക്കണം. അപ്പം ബാക്കി നമുക്ക് കാണിച്ചു തരാം. ബാക്കി നമ്മൾ കാണിച്ചു തരാം. കാണിച്ചു തരാം അങ്ങനെ വേണം കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലേ. ബാക്കി കാണാം. ഓക്കെ. ഈ ഫുള്ള് നമ്മുടെ പ്രകൃതിരമണീയമായ വഴികളായിരിക്കും. കാരണം അവിടെ വരെ ഞങ്ങളൊരു കാട്ടിക്കൂടെയാണ് പോകണത് അല്ലേ ഏട്ടാ? അത് ഞങ്ങളൊരു കാട്ടിക്കൂടെയാണ് പോകണത്. ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ കാട്ടിക്കൂടെയാണ് പോവാറ്. കാരണം ഒന്നുമില്ല, അങ്ങനെ അങ്ങ് പോവും. സാധാരണ ഏട്ടൻ ചെന്നിട്ട് ചേട്ടാ ഇത്ര രൂപയ്ക്ക് പെട്രോൾ എന്ന് പറയും. അതിന് പിന്നെ ആ ചെറുക്കൻ എത്രയിനാ ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ ഓർത്ത് തീർന്നെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നീ ചേട്ടാ സ്കാനർ ഒന്ന് തരുമെന്ന്. അതായിരുന്നു പുള്ളി സ്കാനർ തന്നു. അത് കഴിഞ്ഞ് പോവാൻ നേരത്ത് ശരി ചേട്ടാ. ഇതിൽ ഏതാ ചേട്ടൻ? നിങ്ങളൊന്നും അല്ല ചേട്ടൻ, ഈ നിൽക്കുന്ന ചേട്ടൻ. എവിടെ ചെന്നാലും ചേട്ടൻ കൊച്ചു പയ്യന്മാരെ. ഞങ്ങള് പോയിട്ട് ഒരു പുതിയ വാച്ച് മേടിച്ചു. വില ഒന്നും നോക്കിയില്ല. 120 എത്ര കേട്ടോ? 200 രൂപ. പക്ഷെ ലൈറ്റുകൾ തന്നെ കേട്ടോ. ഈ ലൈറ്റിന്റെ സംഭവം ഉള്ളതുകൊണ്ട് കാശിന്റെ കയ്യിൽ ഫിറ്റ് ഒരുമിച്ച് വരണം. ഞങ്ങൾ ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് നോക്കി സമയം പഠിക്കും അല്ല പിന്നെ. ഇതാണ് ഞങ്ങൾക്ക് സമയം പഠിക്കാനുള്ള നല്ല സമയം. ഞങ്ങള് പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. ക്യാമറ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നാലും ടൂൾസ് കിട്ടും. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളല്ലാതാകും. പറയടാ സബാഷ്. ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് അവനൊരു സബാഷ് പറയും. ഇതുപോലെ ഒരു പഞ്ഞിക്കെട്ട് വണ്ടിയാണ് ശ്രീയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിന് ഞങ്ങളിപ്പോ വിശന്നിട്ട് വയ്യ. അതെ, മിക്കാറും അവിടെ ചെല്ലുമ്പോ അവൻ എനിക്ക് നോമ്പാട്ടോ എന്ന് പറയും. ആണോ? അവന് വയറുവേദന. മിക്കാറും അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മള് വിട്ട്. ഓഹോ. അങ്ങനെ ഞങ്ങൾ അവനെ കാണാൻ കാത്തിരിക്കുകയാണ്. ഏട്ടൻ വാവാന്ന് വിളിക്കുന്നുണ്ട്, കോഴീന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പണിയെടുക്കണോ? ഓ മൈ ഗോഡ്, 5 മിനിറ്റ് ഒക്കെ പണിയെടുക്കാൻ. അങ്ങനെ അത്രക്കൊക്കെ ആയോ അവൻ? നമ്മള് വയറ് നിറച്ച് ചോറൊക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മേ ഒരു ഡോണറ്റിന്റെ പകുതിയും കഴിച്ചു. ഒരു കാശിയുടെ കേക്കിന് പകുതി ഞാനാ കഴിച്ചത്. ആ കേക്ക് കഴിച്ച പിന്നെ ഞാനിവിടെ ഇല്ല. ആദ്യം വിശന്നിട്ടായിരുന്നു. അപ്പൊ കഴിച്ചതിന്റെ വേണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് അവൻ കേക്ക് കഴിക്കാതെ ഐസ്ക്രീമിന് വേണ്ടി സബാഷായിട്ടിരിക്കുന്നു, പിണങ്ങിയിരിക്കുന്നു. പക്ഷെ നല്ല വച്ച. പക്ഷെ ഐസ്ക്രീമിന്റെ കാര്യം വരുമ്പോ ഇച്ചിരി ചീത്തയായി പോകും. ഓഹോ. അപ്പോൾ ഇത് നമ്മുടെ വഴികൾ. ശബാഷ്. നമ്മൾ പണ്ട് ഫ്രൂട്ട്സ് മേടിച്ചോണ്ടിരുന്നത്. നമ്മുടെ ഫ്രൂട്ട്സ് പോകുന്നത് നോറയുടെ വീട്ടിലേക്കാണ്. നോറയെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും. നോറയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നോറയുടെ പാരൻസ് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. അതെ, ഞങ്ങളിവിടെ വന്നിട്ട് വണ്ടിയുടെ സൈഡ് എടുക്കാറുണ്ട്. ഇപ്രാവശ്യം സൈഡ് എടുക്കാതെ പോകട്ടെ. വാവ്. പണ്ട് ശ്രീത്ത് സ്മൂത്ത് ആയിട്ട് എടുത്തോണ്ടിരുന്ന ഒരു വളവായിരുന്നു സുമതി വളവ്. ഇപ്പൊ പക്ഷെ അത്ര സ്മൂത്ത് ആക്കാൻ പറ്റുന്നില്ല. ആരും കയ്യിൽ നിന്ന് ചോക്ലേറ്റ് മേടിക്കില്ല. ആ ഗ്യാപ്പില് രണ്ടുപേരും കൂടെ ഫോട്ടോഷൂട്ട് നടത്തട്ടെ കാണണേ. എന്നാ ഈ പടത്തിനാ
നിനക്ക് പറ്റില്ലെങ്കിൽ വാഴ വെട്ടിയേക്ക്, എനിക്ക് കുഴപ്പമില്ല. അത്രയും കൂടെ ഫ്രീ ആവാലോ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഇവിടെ നിൽക്കട്ടെ. ഇത് കാശി ചോറിനകത്തത് കൊണ്ട് കാശിക്കൂട്ടന് ഒരു ജ്യൂസ് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. കഴിക്കോ? തലേന്ന് നോക്കിയൊക്കെ കാണട്ടെ, കാണട്ടെ ആ സുന്ദരമുഖം. കണ്ട ഫുഡ് കഴിക്കാഞ്ഞിട്ട് കണ്ണൊക്കെ എന്തൊക്കെയോ ആയിരിക്കും. കളിയൊക്കെ സീരിയസ് ആയിട്ടാ. ജ്യൂസ് ഫുള്ള് കുടിക്കണേ. നടക്കുന്നു. അങ്ങനെ നമ്മൾ എന്താണ്ടൊക്കെയോ കാണിച്ചു കൂട്ടി എവിടാണ്ടൊക്കെയോ പോയി. ചിലടത്ത് പോയപ്പോൾ വീഡിയോ എടുത്തില്ല, ചിലടത്ത് പോയപ്പോൾ വീഡിയോ എടുത്തത്. ഈ ആക്രാന്തം പിടിച്ച ആൾക്കാർ കണ്ടു കഴിയുമ്പോഴത്തേക്കും വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കണ്ടേ എന്തൊക്കെയോ എനിക്ക് കൺഫ്യൂഷനാണ്. എന്തൊക്കെയോ എടുത്തു കൂട്ടി. ഇനി ഞാൻ കുറെ വഴികളിലൂടെയൊക്കെ നടക്കും അല്ലേ ഏട്ടാ? ഇനിയും പുതിയ വഴികളിലൂടെ നമുക്ക് പോകണം. ഇഷ്ടമുള്ള പഴയ വഴികളിലൂടെ പിന്നെയും പോകണം. കുറച്ച് മോട്ടിവേഷൻ ഇതിപ്പോ പഴയ വഴിയാ, എനിക്ക് ഇഷ്ടമുള്ള വഴിയല്ലേ. അതുപോലെ എന്നാടാ അത് 2 ഷർട്ടാക്കി അങ്ങോട്ട് മാറ്റാം. ഐസ്ക്രീം ഫുള്ളും കിട്ടും, അപ്പൊ കുഴപ്പമില്ല. അമ്മയ്ക്ക് അത് കഴുകാനും എളുപ്പം ഉണ്ടാവും. പിന്നെ റെഡ് എനിക്കറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ. ഇത് എന്തായാലും എനിക്കുള്ള പണിയാണെന്ന് മനസ്സിലാക്കിയല്ലോ, അത്ര അറിഞ്ഞാൽ മതി. അപ്പോ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോയിൽ കാണാം. ബൈ. ഇനി ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങാൻ പോവാ, അതുകൊണ്ടാട്ടോ. ബൈ. സബാഷ് പറയാത്തന്നാ, സബാഷും കൂടെ കേട്ടിട്ട് പോയേക്കാം. സബാഷ് മ്യൂസിക് സബാഷ്.